കീർത്തി ഒരു പഴയ പെട്ടി കണ്ടെത്തി. അതിൽ പഴയ ഫോട്ടോകളും കുറിപ്പുകളും കത്തുകളും ഉണ്ടായിരുന്നു. പൊടിപിടിച്ച ആ പെട്ടി തുറക്കുമ്പോൾ അവളുടെ ജീവിതം തന്നെ മാറുമെന്ന് അവൾ കരുതിയില്ല. ഒരു പഴയ കത്ത് അവളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. കവറിന്മേൽ എഴുതിയിരുന്നത്, "നിനക്കായി ഞാൻ ഒരിക്കലും പറഞ്ഞില്ലാത്ത സത്യം." കീർത്തി ആകാംക്ഷയോടെ കത്ത് തുറന്നു. "ഹായ് കീർത്തി, നിനക്ക് ഞാൻ ആരാണെന്നറിയില്ല, പക്ഷെ ഞാൻ നിന്നെ വർഷങ്ങളായി കാണുന്ന ഒരാളാണ്." അവൾ ആശ്ചര്യപ്പെട്ടു. കത്തിൽ ഒരന്യൻ തന്റെ പ്രണയം തുറന്നു പറയുന്നുണ്ടായിരുന്നു. അവൾ ദിവസവും പോകുന്ന ലൈബ്രറിയിൽ നിന്നാണ് അവനെ അവൾ കാണാറുണ്ടായിരുന്നത്. അവളുടെ ചിരി, സംസാരങ്ങൾ, ചെറിയ കാര്യങ്ങൾ എല്ലാം അവൻ ശ്രദ്ധിച്ചിരുന്നു. "നിനക്കോട് സംസാരിക്കാൻ എനിക്ക് ധൈര്യമുണ്ടായില്ല, പക്ഷെ നിന്നെ സ്നേഹിക്കാൻ ഞാൻ നിർത്തിയില്ല," കത്തിലെഴുതിയിരുന്നു. കീർത്തിയുടെ ഹൃദയം വേഗത്തിൽ താളം പിടിച്ചു. "ഈ കത്ത് ഞാൻ ഒരിക്കലും നിനക്ക് നൽകില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഒരിക്കൽ നീ ഇത് വായിച്ചാൽ എന്റെ പ്രണയമെങ്കിലും നിന്നെ എത്തും." അവസാനം കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ കീർത്തി മൗനമായി. "ഇതാരാണ്?" അവൾ ചിന്തിച്ചു. അവൾ ആ പഴയ ഓർമ്മകളിലേക്ക് തിരിഞ്ഞു. ലൈബ്രറി, ആ ശാന്തമായ സ്ഥലം. അവിടെ അവൾ പലരെയും കണ്ടിട്ടുണ്ട്. പക്ഷെ ആരാണവൻ? അടുത്ത ദിവസം അവൾ വീണ്ടും ആ ലൈബ്രറിയിലേക്ക് പോയി. അവൾ അവിടെ ഇരുന്നു. കത്ത് വീണ്ടും വായിച്ചു. അപ്പോഴാണ് ലൈബ്രറിയൻ അടുത്തേക്ക് വന്നത്. "നീ വീണ്ടും വന്നോ?" അവൻ ചിരിച്ചു. കീർത്തി ചോദിച്ചു, "ഈ കത്ത്, ഇതെഴുതിയതാരാണ്?" ലൈബ്രറിയൻ കുറച്ച് നിശബ്ദമായി. "അതൊരു പഴയ കഥയാണ്," അവൻ പറഞ്ഞു. "അവൻ ഇവിടെ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. ആരോരുത്തിയെ സ്നേഹിച്ചിരുന്നു, പക്ഷെ അവൻ ഒരിക്കലും അവളോട് പറഞ്ഞില്ല." "അവനിപ്പോഴെവിടെയാണ്?" കീർത്തി ചോദിച്ചു. "അവനിവിടെ നിന്ന് പോയി, വർഷങ്ങൾക്ക് മുമ്പ്," അവൻ മറുപടി നൽകി. കീർത്തിയുടെ മനസ്സിൽ ഒരു ശൂന്യത. അവൾ ആ കത്ത് വീണ്ടും നോക്കി. അവൾക്ക് തോന്നി, ആ പ്രണയം അവളെ എവിടെയോ സ്പർശിച്ചു. ദിവസങ്ങൾ കടന്നു. ഒരു ദിവസം അവൾ അതേ ലൈബ്രറിയിലിരിക്കുമ്പോൾ ഒരാള് അവളുടെ മുന്നിൽ വന്നു. "ഈ കത്ത് നിനക്ക് കിട്ടിയോ?" കീർത്തി ഞെട്ടി. "നിങ്ങൾ?" അവൻ ചെറുതായി ചിരിച്ചു. "അതെ, അത് ഞാൻ തന്നെയാണ് എഴുതിയത്," അവൻ പറഞ്ഞു. അവളുടെ ഹൃദയം വേഗത്തിൽ താളം പിടിച്ചു. "എന്തുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പറഞ്ഞില്ല?" അവൾ ചോദിച്ചു. അവൻ പറഞ്ഞു, "പ്രണയം പറയാൻ എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല, പക്ഷേ അത് മറക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല." ഒരു നിമിഷം നിശബ്ദം. കീർത്തി ചിരിച്ചു. "ഇപ്പോൾ പറഞ്ഞല്ലോ." അവൻ ചിരിച്ചു. "വൈകിയല്ലേ?" അവൾ തലകുനിച്ചു. "പ്രണയത്തിന് വൈകിയതെന്നൊന്നുമില്ല," അവൾ പറഞ്ഞു. അവൾ അവന്റെ കൈ പിടിച്ചു. ആ പഴയ കത്ത്, ഒരു പഴയ പ്രണയം, പുതിയൊരു തുടക്കമായി മാറി.